ശംഭോ മഹാദേവ അഘോര രുദ്രായ നമ. ഞാൻ RJR ഹരിചന്ദ്രമഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിവിശേഷമായിട്ടുള്ള ഒരു മന്ത്രം ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അഘോര ശിവനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ തുടങ്ങുന്നത്. അഘോര ശിവനെ കുറിച്ച് വ്യക്തമായി ധാരണ നൽകുന്ന വീഡിയോ ഞാൻ മുന്നേ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, നിങ്ങളത് കാണുക. ഇവിടെ ഇപ്പോൾ അഘോര ശിവൻ എന്ന് പറയുന്ന ഉഗ്രമൂർത്തിയെക്കുറിച്ച് വിശദീകരണം നൽകുകയല്ല ഉദ്ദേശം. പകരം ഒരു ഭക്തൻ ഒരു അഘോര മന്ത്രം ജപിച്ച് അവൻ്റെ ചുറ്റുപാടുകളിലുള്ള അവനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവുകളും അവൻ്റെ ചുറ്റുപാടുകളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവുകളും എപ്രകാരം അകറ്റുന്നു, മാത്രമല്ല ശിവനുമായിട്ട് കൈലാസവുമായി അവൻ എത്രമാത്രം ഇഴുകിച്ചേരുന്നു, ശിവപാതയിലൂടെ അവൻ്റെ ഭക്തിയുടെ തീക്ഷ്ണത കൊണ്ട് എങ്ങനെ നടന്നെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമാക്കുന്ന ഒരു ഉഗ്രമായിട്ടുള്ള എന്നാൽ ശാന്തമായിട്ടുള്ള അഘോരമായിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് പറയുന്നത്. അഘോരം എന്ന് പറയുന്നത് ശിവന്റെ പഞ്ചമുഖഭാവങ്ങളിൽ ഒന്നാണ്. ശിവന്റെ പഞ്ചമുഖഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം എന്നിങ്ങനെയുള്ള 5 ഭാവങ്ങളാണ് ശിവനുള്ളത്. അതിൽ മൂന്നാമത്തെ ഭാവമായ അഘോരം, ഈ അഘോരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഘോരത്തെ നശിപ്പിക്കുന്നതാണ്. അത് ഏറ്റവും ക്രൂരമായിട്ടുള്ള എന്തോ അതിനെ സംഹരിച്ച് ആ അഘോര ഭാവത്തിലേക്ക്, അതായത് ഘോരത്തിനെ സംഹരിച്ച് എന്ത് ചെയ്യുന്നു, ഈ ഭക്തന് അഘോരിയായി മാറുന്നു. ഭയം, അവന്റെ ഉള്ളിലെ ഭയത്തെ എല്ലാം കെടുത്തി അവന് ശാശ്വതമായ ആനന്ദം നൽകുന്ന ഭാവത്തിലേക്ക് മാറുന്നു അഘോരം. അഘോരം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബീഭത്സമായ രൂപം എന്നുള്ള ധാരണയല്ല നമുക്ക് വേണ്ടത്. ബീഭത്സമായതിനെ സംഹരിച്ചിട്ട് ഭക്തന് ആനന്ദം നൽകുന്ന രൂപം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അഘോര മന്ത്രം നമ്മൾ പലതായിട്ട് കേട്ടിട്ടുണ്ട്. ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രം ഓം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര എന്ന് തുടങ്ങുന്ന മന്ത്രമായിരിക്കും. പക്ഷേ നമ്മൾ അഘോരികൾ എന്ന് അറിയപ്പെടുന്ന ശിവഭക്തർ ഉപയോഗിക്കുന്ന അതിവിശേഷമായിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. അത് കർത്തവാവുകളിൽ ആരംഭിച്ച് അത് രാവ് തുടങ്ങുന്നിടം മുതൽ അതിൻ്റെ അവസാന യാമം വരെ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രകൃതിയും പ്രപഞ്ചവുമായിട്ടുള്ള ആ കൂട്ടിയിണക്കം ഇവിടെ സംഭവിക്കുന്ന മഹത്തരമായിട്ടുള്ള മന്ത്രം. ഞാൻ ഈ പറയുന്ന മന്ത്രം ശിവഭക്തർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശിവഭക്തർ എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ, ഭഗവാന്റെ കാരുണ്യം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി. അല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചാൽ കുറച്ച് പണം കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നേടും എന്നുള്ള രീതിയിൽ മന്ത്രത്തിനെ വെറും ഫലസൂചികകൾക്ക് മാത്രമായിട്ട് സമീപിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമല്ല. ഇത് ഒരു ഇഴുകിച്ചേരലാണ്. ഒരു ഭക്തൻ ഭഗവാനിലേക്ക് അർപ്പിതമാകുന്നു. ആ അർപ്പിതമാകുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ അവന്റെ ചുറ്റുപാടുകൾ തന്നെ വളരെ മാറി വരികയാണ്. അവന്റെ ഓരോ ചക്രയുടെയും ഉണർവ് അവനറിയാം. ആ സഹസ്രാര പത്മം വരെയുള്ള തുടിപ്പ് അവനറിയാൻ കഴിയും. അങ്ങനെയുള്ള വിശേഷാൽ മന്ത്രം അത് ഞാനിവിടെ പറയാം. പക്ഷേ മന്ത്രം ജപിക്കുമ്പോൾ നിഷ്ഠകൾ ബാധകമാണ്. ഇത് അമാവാസി ദിവസം നിങ്ങൾക്ക് ജപിച്ചു തുടങ്ങാം. സാധാരണ അമാവാസി ദിവസങ്ങളിൽ മാത്രമായിട്ട് ജപിക്കും, എന്നും ജപിക്കുന്ന രീതിയുണ്ട്. ഇത് രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ട് ജപിക്കേണ്ടത്. അതായത് സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്ത് കറുത്ത വസ്ത്രം ഉടുത്തിരുന്നാണ് ജപിക്കേണ്ടത്. നമുക്ക് പ്രപഞ്ചത്തിൽ പ്രകൃതിയെ സാക്ഷി നിർത്തി പാറമുകളിലോ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ചുവട്ടിലോ മറ്റോ ഇരുന്ന് ജപിക്കാം. മുന്നിൽ ഒരു കനൽ കൂന കൂട്ടിയിട്ട് അതിന് മുന്നിൽ ഇരുന്ന് ജപിക്കാം. വെറും നിലത്തിരുന്ന് ജപിക്കരുത്. ഏതെങ്കിലും ഒരു തോല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇരിപ്പിടം, എന്തെങ്കിലും
ഇട്ടിട്ട് അതിൻ്റെ പുറത്തിരുന്ന് ഇത് ജപിക്കണം എന്നാണ് പറയുന്നത്. അഗ്നി മുന്നിലുണ്ടാകണം. അത് നിലവിളക്കാകണം എന്ന് നിർബന്ധമില്ല. നിലവിളക്കുണ്ടെങ്കിൽ വളരെ നല്ലത്. കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് വേണം ഈ മന്ത്രം ജപിക്കുമ്പോൾ നിലവിളക്ക് തെളിയിച്ചു വയ്ക്കാൻ. നമുക്ക് കർത്തവാവ് ദിവസം ഈ അഗ്നിയും ഒന്നുമില്ലാതെ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ ഇറങ്ങി ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന് നമുക്ക് ജപിക്കാം. നമ്മുടെ കൺമുന്നിൽ ഭഗവത് രൂപം തെളിഞ്ഞു നിൽക്കണമെന്ന് മാത്രം. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഭസ്മക്കുറി വരച്ചിരിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും. കാര്യം ആ ഭഗവാനിലേക്കുള്ള ലയനം. നെറ്റിയിൽ 3 വര, കഴുത്തിൽ 3 വര, നെഞ്ചിൽ 3 വര, 2 കൈകളുടെ ഭാഗത്ത് 3 വര എന്നുള്ള രീതിയിൽ ഈ ജപത്തിന് മുമ്പ് നമ്മൾ ഭസ്മം ധരിച്ചിരിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കണം. ആ ദിവസം മത്സ്യമാംസാദികളൊന്നും നിങ്ങൾ കഴിക്കരുത്. ഇത് ജപിച്ചു തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അനിർവചനീയമായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഇത് സാധാരണക്കാരനായ ഒരാൾക്ക് പറ്റിയ ഒരു മന്ത്രജപമായിരിക്കില്ല. ഇത് ശിവനെ അടുത്തറിയുന്നവർ, ശിവനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നവർ, ശിവനെ യഥാർത്ഥ പവർ, ആ ശക്തി, പ്രപഞ്ചത്തിന്റെ ശക്തി തിരിച്ചറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. സാധാരണ ഒരു സന്ധ്യാനാമ ജപത്തിൽ വേണ്ടിയിട്ടിരുന്ന് ജപിക്കാനുള്ള ഒരു മന്ത്രമല്ല. അതിനപ്പുറത്തേക്കാണ് ഈ മന്ത്രജപത്തിന്റെ കാര്യങ്ങൾ. അത് ഒരു പൂജാഘട്ടത്തിൽ ഇരുന്നിട്ട് നമ്മൾ ആ പ്രപഞ്ചത്തിൽ ഈ സമയത്ത് നമ്മൾ മറ്റ് ദേവതകളെ ഒന്നും ആരാധിക്കില്ല. പരമമായ അഘോര ശിവനെ മാത്രമേ നമ്മൾ ധ്യാനിക്കുള്ളൂ. മറ്റ് പ്രാർത്ഥനകൾക്ക് ശേഷം, നിങ്ങൾ സന്ധ്യാ പ്രാർത്ഥനകൾക്ക് ശേഷം സ്വസ്ഥമായിട്ടിരുന്നിട്ട് വേണം ഈ മന്ത്രജപം നടത്താൻ. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ജപിക്കേണ്ടതാണ്. ഇത് എല്ലാവർക്കും ജപിക്കാനുള്ള മന്ത്രമല്ല. വീണ്ടും പറയുന്നു, ഇത് ഈ ശിവഭക്തർ മാത്രം യോഗി തുല്യമായിട്ട് രീതിയിൽ ഇരുന്ന് ജപിക്കാൻ കഴിയുമോ എങ്കിൽ മാത്രം ജപിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറി വരുന്നത് കാണാം. നിങ്ങളെ ആവേശിച്ചിരിക്കുന്ന ഏത് കൊടിയ മൂർത്തികളായാലും ശരി, അത് വിട്ടൊഴിയുന്നത് കാണാം. നിങ്ങളെ ചുറ്റിപ്പറ്റി എത്ര ശത്രുക്കൾ നിന്നാലും ശരി, അതെല്ലാം ഓടിപ്പോകുന്നത് കാണാം. നിങ്ങളെന്ന് പറയുന്ന ശക്തി ശൈവശക്തിയുടെ പ്രതിരൂപമായി മാറുന്നത് കാണാം. അപ്പോൾ ഞാൻ മന്ത്രം ഇവിടെ എഴുതി കാണിക്കാം. ഇതിൻ്റെ ജപരീതിയും പറഞ്ഞു തരാം. ഇത് ജപിക്കുക. ഇത് ജപിക്കുമ്പോൾ സാധകർ മാത്രം ജപിക്കുക. ഇത് സാധാരണക്കാർക്ക് ജപിക്കാനുള്ള മന്ത്രമല്ല. വീണ്ടും പറയുന്നു, അഘോരേഭ്യോ ദഘോരേഭ്യ അഘോരഘോരേഭ്യ സർവദ സർവേഭ്യോ നമസ്തേ രുദ്രരൂപേഭ്യ. 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 ഇങ്ങനെ നിങ്ങളിലേക്ക് ലയിച്ച് ജപിച്ചുകൊണ്ടേയിരിക്കുക. 5, 10, 15, 20, 25 അങ്ങനെ മണിക്കൂറുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം. ഇത് സംഖ്യ എണ്ണി ജപിക്കുന്ന ഒരു രീതിയല്ല. ആ കർത്തവാവിൻ്റെ കഠിനമായ ഇരുട്ടിലിരുന്ന് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വെള്ളി വെളിച്ചം വിതറുകയാണ്. നിങ്ങളിവിടെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഘോരികൾ ഒരുമിച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഹിമാലയ സാനുക്കളിൽ അഘോരികൾ ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാളായിട്ട് യഥാർത്ഥ ശിവശിഷ്യനായി ശിവപാദ പങ്കജങ്ങളിൽ അർപ്പണമായിട്ടിരുന്നാണ് നമ്മളിത് ജപിക്കേണ്ടത്. ഇത് ഘോരമന്ത്രമാണ്, അഘോര മന്ത്രമാണ്. ഇത് അർഹിക്കുന്നവർക്കെല്ലാം ജപിക്കാം. നിങ്ങൾ ഭഗവാനിലേക്ക് വിലയം കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ജപിക്കുക. നമസ്തേ.